ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാസ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, പി ആർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പ്രസ് എൻട്രി എന്താണ്, ഈ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്താണ്, ഈ CRS സ്കോർ എന്താണ്, എങ്ങനെയാണ് PNP, ഇതൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്യണേ മുന്നേ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുക, ഏതിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ ഏതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് PR കിട്ടാൻ എളുപ്പം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് PNP എലിജിബിൾ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് അടുത്ത് പോയിരിക്കും കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുക. കാരണം അപ്പൊ അവർ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഒരു ഒരു ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ആദ്യം തന്നെ എല്ലാവർക്കും അറിയാം, ഈ എക്സ്പ്രസ് എൻട്രി എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഈ എക്സ്പ്രസ് എൻട്രി അത് ആക്ച്വലി എല്ലാവരും വിചാരം ഒരു പ്രോഗ്രാം ആണെന്നാണ്. അതൊരു പ്രോഗ്രാം അല്ല, അതൊരു സിസ്റ്റം ആണ്. ആ ഒരു സിസ്റ്റത്തിലാണ് ബാക്കി എല്ലാ പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ ഈ എക്സ്പ്രസ് എൻട്രിയിൽ നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് താഴെ 3 മേജർ പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഒന്നാമത്തത് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം, രണ്ടാമത്തത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, മൂന്നാമത്തത് പറയുന്നത് ഫെഡറൽ സ്കിൽ ട്രേഡ് പ്രോഗ്രാം ആണ്. ഈ 3 പ്രോഗ്രാംസ് ആണ് ഈ കനേഡിയൻ എക്സ്പ്രസ് എൻട്രിയുടെ കീഴിൽ വരിക. അപ്പോൾ അതിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ, നമ്മളുടെ എലിജിബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം ആണ്. അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങൾക്ക് കാനഡയിൽ ഉള്ളിൽ ഉള്ളവരാണെങ്കിലും കാനഡയിൽ പുറത്തുള്ള ആൾക്കാർക്കും ഇത് ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് പുറത്ത്, നമ്മൾ ഒരു കാനഡയ്ക്ക് പുറത്ത് നമുക്ക് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു ഫസ്റ്റത്തെ കാറ്റഗറി. കാരണം അങ്ങനത്തെ ആൾക്കാർ, ഇങ്ങനെ പുറത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നിൽക്കുന്നവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ നാട്ടില് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ പഠിച്ചിട്ടുള്ള ആളായിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹമില്ല, നാട്ടിൽ നിന്ന് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു PR പാത്വേ ആണ് ഈ ഒരു സംഭവം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത്. അപ്പൊ ഇതാണ് ഒരു പ്രോഗ്രാം, ഏത് എക്സ്പ്രസ് എൻട്രി എന്നുള്ള സിസ്റ്റത്തിലെ വൺ ഓഫ് ദ പ്രോഗ്രാം ആണ് ഈ ഒരു സംഭവം. ഇനി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ്. ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി കാനഡയിലെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ്. കാരണം കാനഡയിൽ ഒരു മിനിമം 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഫുൾ ടൈം ടിയർ 0, 1, 2, 3 ഇതിൽ ഏതെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈമിൽ ഇക്വാലന്റ് എന്തെങ്കിലും വേണം, അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ PR പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോറിനിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റത്തെ പ്രോഗ്രാം ആണ്. ഇനി ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് കാനഡയിൽ തന്നെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാം ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫെഡറൽ സ്കിൽ ട്രേഡ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനെ സ്കിൽഡ് ട്രേഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ അതിന്റെ ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ വേണം വർക്ക് ചെയ്യാൻ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇത്. ഇങ്ങനത്തെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 2 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് എങ്കിലും വേണം. പിന്നെ ഇതിന്റെ റിക്വയർമെന്റ്സ് മറ്റേതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് ഇച്ചിരി ഡിഫറൻസ് ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ വേണ്ട ക്വാളിഫൈഡ് സ്കിൽഡ് ലേബേഴ്സിന് വേണ്ടി വരുന്ന സമയങ്ങളിലാണ് കാനഡ ഇങ്ങനത്തെ ഒരു PR പാത്വേയിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവിടെ ആവശ്യമുള്ള രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്വേ ആണ് ഈ FST എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 പാത്വേസ് ആണ് ഉള്ളത് ഈ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോണത് ഈ ഒരു പാത്വേസ് കൂടാതെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള സെലക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില കാറ്റഗറിയിലുള്ള ആൾക്കാരെ വിളിക്കണു, അല്ലെങ്കിൽ ചില റിക്വയർമെന്റ്സ് മാത്രം എക്സ്ട്രാ വിളിക്കണു, അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പല പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റിയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പാത്വേസ് ഉണ്ട്. അതൊക്കെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം എക്സ്പ്രസ് എൻട്രിയുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എക്സ്പ്രസ് എൻട്രിയിൽ നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു 3 പറഞ്ഞില്ലേ, ഈ ഒരു 3 പ്രോഗ്രാംസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. സോ ഐദർ നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ പഠിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ആ സ്കിൽഡ് ട്രേഡിലുള്ള ആളായിരിക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾ ആ ഒരു കാറ്റഗറി സെലക്ഷൻ വരുമ്പോൾ ആ കാറ്റഗറി സെലക്ഷന് എന്താണ് എലിജിബിലിറ്റി വേണ്ടത് അതും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പറയാണ്, ഓക്കെ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് 6 മന്ത് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 6 മന്ത് വർക്ക് എക്സ്പീരിയൻസ് അല്ല വേണ്ടത്. നിങ്ങൾ മറ്റേ ഒരു കാറ്റഗറിയിൽ പെടുന്ന എത്രയൊക്കെ വർക്ക് എക്സ്പീരിയൻസ് വേണോ അത്രയും വേണം. പക്ഷെ അതിൽ ഒരു 6 മാസം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക കാറ്റഗറി ഏതാണോ അവർ പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്തിരിക്കണം. അതാണ് അവർ അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 6 മന്ത് വർക്ക് എക്സ്പീരിയൻസ് ആണ് 6 മന്ത് വർക്ക് എക്സ്പീരിയൻസ് മാത്രമല്ല, അത് ഒരു കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു റിക്വയർമെന്റ്സ് എക്സ്പ്രസ് എൻട്രിയിൽ പറയുന്ന 3 പ്രോഗ്രാംസിന് എന്തൊക്കെ വേണോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ പോവാൻ
അങ്ങനത്തെ സെലക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു സെലക്ഷന് വേണ്ട എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണോ അതും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പല പല കാറ്റഗറീസ് ഉണ്ടായിരിക്കും. അതിൽ മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി എലിജിബിൾ ആയിരിക്കും. കാരണം ഈ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ എലിജിബിൾ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊക്കെ എലിജിബിൾ ആയിരിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരിക. ഇപ്പൊ ഫ്രഞ്ച് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ CLB ഫ്രഞ്ചിൽ ഉള്ള ഒരു നിങ്ങളുടെ 5 or 4 ആ ഒരു എലിജിബിലിറ്റി ഉണ്ടല്ലോ, CLB സ്കോർ. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ഒരു കാറ്റഗറി ബേസ്ഡ് സെലക്ഷന് പോവുകയാണെങ്കിൽ അതിലത്തെ എലിജിബിലിറ്റി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം കാനഡയിൽ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കായാലും ഈ കാറ്റഗറി ബേസ്ഡ് സെലക്ഷനിൽ പങ്കെടുക്കാം. കാനഡയിൽ പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് PR കിട്ടി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി അതിൽ പറയുന്നത് മീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ കാനഡയിൽ നിന്ന് പുറത്തുനിന്നുള്ള ആളാണെങ്കിൽ അവർ ആ ഒരു FSWPയുടെ കാറ്റഗറിയിൽ നിന്നിട്ട് പ്രോഗ്രാമിൽ നിന്നിട്ടാണ് ഈ ഒരു കാര്യത്തിൽ നോക്കുന്നത്. കാനഡയിലുള്ള ആളാണെങ്കിൽ FSWP അല്ലെങ്കിൽ കാനഡയിൽ എക്സ്പീരിയൻസ് ക്ലാസ് വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും അതിലേക്ക് എലിജിബിൾ ആവാൻ നോക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും PNP. അതന്നെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. PNPയിൽ അത് വിളിച്ചു ഇത് വിളിച്ചു കുറെ എലിജിബിലിറ്റിയുടെ പ്രോഗ്രാംസ്, പൈലറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ട് ഈ പ്രൊവിൻഷ്യൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനഡയിൽ പല പല പ്രൊവിൻസ് ഉണ്ട്. അപ്പൊ ഓരോ പ്രൊവിൻസിനും പലതരം പ്രോഗ്രാംസ് ആണ് അവർ കൊണ്ടുവരിക. അപ്പോൾ ഇപ്പം ഒണ്ടാരിയോന്റെ പ്രോഗ്രാം ആയിരിക്കില്ല BCയിലത്തെ ആയിരിക്കില്ല സസ്കെച്ചുവാൻ, അങ്ങനെയായിരിക്കും. അപ്പൊ ഓരോ പ്രൊവിൻസിനും വേണ്ട സ്പെസിഫിക് പ്രോഗ്രാംസ് അവർ ഓരോ വർഷം കൊണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന പ്രോഗ്രാംസിൽ നമുക്ക് എന്തെങ്കിലും എലിജിബിൾ ആവുകയാണെങ്കിലാണ് നമുക്ക് PNP കിട്ടി എന്ന് പറയാ, അല്ലെങ്കിൽ PNP നോമിനി വന്നു എന്നൊക്കെ പറയണത്. അപ്പൊ അതിൽ തന്നെ ഈ PNP എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള PNP ആണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് എക്സ്പ്രസ് എൻട്രി അലൈൻഡ് ആയിട്ടുള്ള PNP, രണ്ടാമത്തെ തന്നെ നോൺ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് ആയിട്ടുള്ള PNP. അപ്പൊ ആദ്യം തന്നെ ഈ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PNP എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്രസ് എൻട്രിയുടെ പ്രൊഫൈൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു സിസ്റ്റം പറഞ്ഞില്ല, ആ ഒരു എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിനോട് അലൈൻ ചെയ്തിട്ട് വരുന്ന PNP പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഒണ്ടാരിയോയിൽ ഉള്ള ഒരു നമ്മളൊരു എക്സാമ്പിൾ എടുത്ത ഒണ്ടാരിയോയിൽ ഒരു കുറച്ച് PNP പ്രോഗ്രാംസ് എന്താണ് എക്സ്പ്രസ് എൻട്രി അലൈൻഡ് ആയിട്ടുള്ളത് ഞാനിപ്പം എക്സാമ്പിൾ കൊടുക്കാം. അതിലൊരെണ്ണാണ് ഇപ്പൊ ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു നമുക്ക് എക്സ്പ്രസ് എൻട്രിയിലത്തെ ആ ഒരു സിസ്റ്റത്തിൽ വേണ്ട എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ആയിരിക്കണം. അതിന്റെ കൂടെ ഈ ഒരു സംഭവം PNP കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ അതും കൂടെ നമ്മൾ മീറ്റ് ആയിരിക്കണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു PNP കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കോള് വരുന്നത് ഒക്കെ ഈ എക്സ്പ്രസ് എൻട്രിയിലൂടെ ആയിരിക്കും. കാരണം അതിനോട് അലൈൻ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു കോള് വരിക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു PNP എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PNP ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ 600 പോയിന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ PNP കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പോയിന്റ്സ് നിങ്ങളുടെ ഇതിൽ കൂടുമ്പോൾ നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത്രയും പോയിന്റ്സ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു CR സ്കോർ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വിളിക്കുമ്പോൾ നിങ്ങൾക്ക് PR-ന് ഇൻവിറ്റേഷൻ കിട്ടാനുള്ള സാധ്യത മറ്റ് ഒരു PNP ഇല്ലാത്ത ഒരാളെ വെച്ച് നോക്കുമ്പോൾ നല്ലോണം കൂടും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ നിങ്ങൾ ഒരു PNP അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോരോ പ്രോവിൻസിന് അവരുടേതായ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഏത് പ്രോവിൻസിലാണ് നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോവിൻസിൽ പോയാലും കുഴപ്പമില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രോവിൻസിന്റെയും ഇങ്ങനത്തെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഏതൊക്കെ PNPയുടെ പ്രോഗ്രാംസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താണോ എലിജിബിൾ എന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ PNP അപ്ലൈ ചെയ്തിട്ട് PR-നുള്ള ഒരു പാത്വേ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PNP നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ആക്റ്റീവ് ആയിട്ടുള്ള എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. പിന്നെ അതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻസ്, നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്, അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു ലെവല്, അതിന്റെ ലെവൽ എന്താണ്, അതുപോലെ ഫ്രഞ്ച് സംസാരിക്കില്ലയോ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ആ പ്രോവിൻസുകൾ എന്റെ പ്രോഗ്രാംസുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യാണ് ചെയ്യാം. അതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം, ഈ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ ആ 3 പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഒരു PNP കിട്ടുള്ളൂ, ഏത് എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PNP ആണെങ്കിൽ. പക്ഷെ ഇതിനർത്ഥം നിങ്ങളൊരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു 3 പ്രോഗ്രാമിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PNPയുടെ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ PNPയുടെ പ്രോഗ്രാംസ് അവർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. അവരുടെ പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും, വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീൽഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ കൂടെ തന്നെ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എലിജിബിൾ ആയാൽ മാത്രമേ നിങ്ങൾക്ക് അതിലെ PNP അപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PNPയുടെ ഇൻവിറ്റേഷൻ കിട്ടണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒണ്ടാരിയോയുടെ ഒരു PNP ആണ് ഈ ഫ്രഞ്ച് സ്പീക്കർ സ്കിൽഡ് വർക്കർ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പം അതിലാണ് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഏത് PNP ആണ് കിട്ടേണ്ടതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം.
അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു PNP കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആള് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സ്പ്രസ് എൻട്രിയിൽ ഈ ഒരു FSWP അല്ലെങ്കിൽ CEC അല്ലെങ്കിൽ FST ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എലിജിബിൾ ആയിരിക്കണം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ക്രൈറ്റീരിയാസ് നോക്കണം അല്ലെ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ പ്രൂഫ് ഓഫ് ഫണ്ട്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ ഇതിന് ഒരു അഡീഷണൽ എന്തായിരിക്കും ഉണ്ടാവുക? ഫ്രഞ്ച് സ്പീക്കിംഗ് ആകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ ഫ്രഞ്ചിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. അതായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ വരേണ്ട കാര്യം. അപ്പൊ നിങ്ങളൊരു ഫ്രഞ്ച് പഠിച്ച് നിങ്ങളുടെ CLB സ്കോർ ഇപ്പൊ ഒരു 5 ഓർ ഹയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലെവലും കൂടെ റീച്ച് ചെയ്തു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ ഈ ഒരു എലിജിബിലിറ്റിയുടെ ബാക്കി എല്ലാ ക്രൈറ്റീരിയാസും നോർമലി ഉള്ളതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രോവിൻസ് ഒണ്ടാരിയോ സെലക്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് പ്രൊഫീഷ്യൻസി കൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാൻസ് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു ഡ്രോ വിളിക്കുമ്പോൾ ആ ഒരു ഡ്രോ കഴിഞ്ഞ് അവർ വിളിക്കുമ്പോൾ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഒണ്ടാരിയോ എന്നുള്ള പ്രോവിൻസിന്റെ കാര്യം നിങ്ങൾ ബാക്കി എല്ലാ ക്രൈറ്റീരിയാസും അതിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PNP ഇൻവിറ്റേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് ആ ഒരു പ്രോഗ്രാമിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകം ഒരു സ്കിൽഡ് ഫീൽഡ് ഒന്നും അവർ പറയണില്ല. ലൈക്ക് ഇന്ന ഫീൽഡിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും പറയണില്ല. നിങ്ങൾക്ക് നോർമലി ഉള്ള ജനറൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പൊ അത് ഓൾറെഡി നിങ്ങൾ ഈ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ ഈ 3 ഏതെങ്കിലും ഒരു പ്രോഗ്രാം മീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എലിജിബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏത് PNP ആണ് വേണ്ടതെന്ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് എൻട്രിയിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PNP കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ഞാൻ പറയാൻ പോണത് ഈ നോൺ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് ആയിട്ടുള്ള PNPs ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രസ് എൻട്രി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ വരുന്ന PNPs ആണ്. ഓരോ പ്രോവിൻസിനും അങ്ങനത്തെ PNPs ഉണ്ടായിരിക്കും. അതിന്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ അല്ല, ഇതിന് വേറെ ഒരു പ്രൊഫൈലാണ് ഉള്ളത്. അതാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. അതിൽ പ്രൊഫൈൽ ഉണ്ടാക്കി നമുക്ക് എലിജിബിലിറ്റിയുടെ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 600 പോയിന്റ്സ് അല്ല കിട്ടുക. നമുക്ക് കിട്ടാൻ പോകുന്നത് PNP നോമിനേഷൻ ആണ് കിട്ടുക. അപ്പൊ ഒരു PNP നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു PR അപ്ലൈ ചെയ്യുമ്പോൾ അതിലോട്ട് ഇത് വെക്കാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ PR പ്രൊസീഡിങ്സ് നടക്കുന്നത്. അല്ലാതെ ഇതിൽ ഈ ഒരു നോൺ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PNPയിൽ നിങ്ങൾക്ക് ഒരിക്കലും 600 പോയിന്റ്സ് കിട്ടില്ല. പക്ഷെ PR-ന് ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു PNP നോമിനേഷൻ കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് PR-ന് ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കാനഡയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ PNP എക്സ്പ്രസ് എൻട്രി അലൈൻഡ് യൂസ് ചെയ്യാൻ പറ്റും, നോൺ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു എക്സ്പ്രസ് എൻട്രി അലൈൻഡ് കൂടാതെ തന്നെ നോൺ എക്സ്പ്രസ് എൻട്രിയിൽ വരുന്ന പൈലറ്റ് പ്രോഗ്രാംസിൽ കൂടുതലും നമുക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് വേണം എന്നുള്ള തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് വരിക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ മാൻഡേറ്ററി വർക്ക് എക്സ്പീരിയൻസ് കാനഡയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാനഡയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാനഡയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നോൺ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PR-നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കാനഡയിൽ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഇങ്ങോട്ട് PR കിട്ടി അല്ലെങ്കിൽ PNP കിട്ടി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് കിട്ടാനുള്ളത് എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PR ആണ്. ബിക്കോസ് നോൺ എക്സ്പ്രസ് എൻട്രിയിൽ ഈ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PR ആണ് അല്ലെങ്കിൽ PNP ആണ്. കാരണം ആ ഒരു PNP കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ 600 പോയിന്റ്സ് കിട്ടി ഇങ്ങോട്ടുള്ള PR പാത്വേ കുറച്ചുകൂടെ ഈസി ആവുള്ളൂ. നിങ്ങളിപ്പോ നാട്ടിലൊക്കെ നിൽക്കണ നിങ്ങളൊരു ഏജൻസിയുടെ ഒക്കെ അടുത്ത് പോയി ചോദിക്കുകയാണ്, അപ്പൊ അവരിങ്ങനെ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PR-നെ കുറിച്ച് പറയുകയാണെങ്കിലാണ് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം അതല്ലാതെ നിങ്ങൾക്ക് ഒരു PNP വാങ്ങിത്തരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആക്ച്വലി ഫേക്ക് ആണ്. കാരണം നോൺ എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PR നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ഒരു 600 പോയിന്റിന്റെ സംഭവമുള്ള PNP എക്സ്പ്രസ് എൻട്രി അലൈൻഡ് PR ആണെങ്കിലാണ് നിങ്ങൾക്ക് അവരെ വിശ്വസിച്ച് നിങ്ങൾ ആ ഒരു പ്രൊസീഡിങ്സ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഓരോരോ പ്രോഗ്രാമിന് വേണ്ട എലിജിബിലിറ്റി കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അറിയാലോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ജോബ് ടൈറ്റിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടിയർ സ്കോർ അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുറച്ച് ബേസിക് ഐഡിയ ഇതിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏത് പാത്വേ വഴി അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടണേ, നിങ്ങൾക്ക് ഏത് പാത്വേ ആണ് നിങ്ങൾക്ക് ഗുഡ് ആയിട്ടുള്ളത് എന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ഇപ്പോൾ സ്വയം PR അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ചിലവർ കൺസൾട്ടൻസ് വഴി പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. വാട്ട് എവർ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും, അവര് തരണ ഐഡിയാസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് PR കിട്ടാനുള്ള പാത്വേ ഈസി ആയിരിക്കും. അപ്പൊ PR-ന് വേണ്ടി പ്രൊസീഡിങ്സ് തുടങ്ങുന്നതിന് മുന്നേ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇത് ഇൻഫോർമേഷൻ ഗുണമുള്ള തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.